നമസ്കാരം. STB ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ബാർകോഡ് വിവാദത്തിൽ ആരോപണ വിധേയരായ മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് കലക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സമരത്തിനിടെ വനിതാ പ്രവർത്തകയെ പുരുഷ പോലീസ് അസഭ്യം പറഞ്ഞതായി പരാതി. പോലീസ് സേനയ്ക്ക് അപമാനമായവർക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ പ്രോട്ടീൻ മാളിൽ പോലീസിന്റെയും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെയും സംയുക്ത റെയ്ഡ്. രക്തസമ്മർദ്ദം വർദ്ധിക്കാനുള്ള മരുന്ന് ലൈസൻസ് ഇല്ലാതെ വിൽപ്പന നടത്തിയതായി കണ്ടെത്തി. പിടികൂടിയത് മെഫെൻഡ്രാമിൻ സൾഫേറ്റ് ഇഞ്ചക്ഷൻ. പരിശോധന സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം. രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വിദ്യാർത്ഥികൾക്ക് വലിയ പങ്കുവഹിക്കാനുണ്ടെന്ന് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകേണ്ടത് സമൂഹത്തിന്റെ കടമ. മണ്ണൂരിൽ AIYF AISF പഞ്ചായത്ത് കമ്മിറ്റികളുടെ അനുമോദന സദസ്സ്. പൊതുവിദ്യാഭ്യാസ മേഖല രാഷ്ട്രീയവൽക്കരിക്കുന്ന സർക്കാർ നടപടി ദുരന്തമാകുമെന്ന് KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ. പൊതുവിദ്യാഭ്യാസ മേഖല കരുത്താർജിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. DPP ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളിലൂടെ ഇടതുപക്ഷം തകർത്ത പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് അന്ന് പുതുജീവൻ നൽകിയെന്നും P ഹരിഗോവിന്ദൻ. താൽക്കാലിക അധ്യാപക നിയമന അട്ടിമറി ആരോപിച്ച് പാലക്കാട് ദളിത് കോൺഗ്രസ് ധർണ. മതസ്പർദ്ധ സൃഷ്ടിക്കുന്ന സന്ദേശം സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച BJP നേതാവ് കുന്നംകുളത്ത് അറസ്റ്റിലായത് BJP കാട്ടക്കമ്പൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബൈജു. ആളൂർ പെരുമണ്ണിൽ പാതയോരത്ത് കണ്ടെത്തിയ കഞ്ചാവ് ചെടികൾ എക്സൈസ് അധികൃതർ കസ്റ്റഡിയിലെടുത്തു. ചെടികൾ വിത്തുമുളപ്പിച്ച് വളർത്തിയതാണെന്ന് സംശയിക്കുന്നതായി എക്സൈസ്. വാർത്തകൾ വിശദമായി. ബാർകോഡ് വിവാദത്തിൽ മന്ത്രിമാരായ MP രാജേഷും മുഹമ്മദ് റിയാസും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കലക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോകാൻ തയ്യാറായില്ല. ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചതും വനിതാ പ്രവർത്തകയെ പോലീസ് അസഭ്യം പറഞ്ഞതും സംഘർഷം രൂക്ഷമാക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് പിറകെയാണ് സമരം സംഘർഷത്തിലേക്ക് നീങ്ങിയത്. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസിന്റെ പ്രതിരോധത്തെ പ്രവർത്തകർ ചെറുത്തുനിന്നതോടെ ജലപീരങ്കി പ്രയോഗിച്ചു. എന്നാൽ പ്രവർത്തകർ പിരിഞ്ഞുപോകാൻ തയ്യാറായില്ല. തുടർന്ന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതും വനിതാ പ്രവർത്തകയെ പോലീസ് അസഭ്യം പറഞ്ഞതും രൂക്ഷമായ സംഘർഷത്തിനിടയാക്കി. മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. പള്ളിക്കൂടം പണിയണമെന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലേറിയ ഇടതു സർക്കാർ വിദ്യാലയമൊഴികെ മറ്റ് എല്ലായിടങ്ങളിലും മദ്യം നൽകാനുള്ള നീക്കത്തിലാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്ഷേപിച്ചു. മന്ത്രി അറിയാതെയാണ് ഉദ്യോഗസ്ഥർ ബാർ ഉടമകളുമായി ചർച്ച നടത്തിയതെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും രാഹുൽ ചോദിച്ചു. KM മാണിക്കെതിരെ ഇല്ലാത്ത ബാർ അഴിമതി കഥ പറഞ്ഞാണ് LDF അധികാരത്തിലേറിയത്. ഇല്ലാത്ത ആരോപണത്തിന്റെ പേരിൽ ജീവിതാവസാനം വരെ ക്രൂശിക്കപ്പെട്ട KM മാണിയുടെ അവസ്ഥ മകൻ ജോസ് K മാണി മറന്നാലും ഐക്യജനാധിപത്യ മുന്നണി മറക്കില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. 2014 ആണ്ടിൽ 29 ബാറുകളായിരുന്നത് ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ 957 മുതൽ 2014 വരെയുള്ള ആകെ ബാറുകളുടെ എണ്ണത്തേക്കാൾ 2000% വർദ്ധിപ്പിച്ച 29 ബാറുകൾ എന്നത് ഇന്ന് 802 ബാറുകളായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് സർക്കാർ സ്കൂളുകൾ ഒഴികെ ബാക്കി എല്ലാ കേന്ദ്രങ്ങളിലൂടെയും മദ്യവിപണനത്തിന് വേണ്ടിയിട്ടാണ് ഈ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൂടാതെയാണ് ഏറ്റവും ഒടുവിൽ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി പുറത്തേക്ക് വരുന്നത്. ഇടുക്കിയിലെ ബാറൂട്ട് മുതലാളിമാരുടെ അസോസിയേഷൻ ഗ്രൂപ്പിനകത്ത് ഇടുക്കി ജില്ലയുടെ അധ്യക്ഷനായ
ശ്രീ അജിമോൻ നടത്തിയിരിക്കുന്ന ഒരു വോയിസ് പരാമർശമുണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് അധ്യക്ഷത വഹിച്ചു. വിനോദ് ചറാട്, ഗിരീഷ് ഗുപ്ത, ഷഫീഖ്, അരുൺകുമാർ പാലക്കുറിശി, രതീഷ് പുതുശ്ശേരി, OK ഫാറൂഖ്, C വിഷ്ണു, AK ഷാനിബ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തകയെ അസഭ്യം പറഞ്ഞ പുരുഷ പോലീസിനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമപരമായി നേരിടുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രകോപനമില്ലാതിരുന്ന സമരത്തിൽ പ്രശ്നം സൃഷ്ടിച്ചത് പോലീസാണെന്നും രാഹുൽ പറഞ്ഞു. സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടികൾക്ക് യൂത്ത് കോൺഗ്രസ് എതിരല്ല. എന്നിട്ടും പോലീസ് മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിച്ചു. വനിതാ പോലീസ് നോക്കി നിൽക്കെയാണ് പുരുഷ പോലീസ് യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തകയെ അസഭ്യം പറഞ്ഞത്. പോലീസിന്റെ പെരുമാറ്റ ദൂഷ്യത്തെക്കുറിച്ച് കോടതിയിൽ നിന്ന് നിരന്തരം വിമർശനമുണ്ടാകുമ്പോഴാണ് ഇത്തരം മാന്യതയില്ലാത്ത സമീപനങ്ങൾ. ലാത്തിവീശൽ കൊണ്ടോ ജലപീരങ്കി കൊണ്ടോ തകരുന്നതല്ല യൂത്ത് കോൺഗ്രസിന്റെ സമരവീര്യമെന്നും സമരം ശക്തമായി തന്നെ തുടരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. സാമ്പിൾ മാത്രമാണ്. മഴക്കെടുതിയിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഞങ്ങൾ അവർക്കൊപ്പം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലുണ്ട്. പക്ഷേ സമരം ചെയ്യാതിരിക്കാൻ ഈ കാട്ടുകൊള്ളക്കാരുടെ സർക്കാർ അനുവദിക്കാത്തത് കൊണ്ട് ഈ സമരം തുടരുക തന്നെ ചെയ്യും. ശ്രീ MP രാജേഷ് എന്ന എക്സൈസ് വകുപ്പ് മന്ത്രിയെ വെറും തൃത്താല MLA മാത്രമാക്കി ഈ സമരം കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞയക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ തൃത്താല MLA എന്ന പദവിയും 2026 ആണ്ടിൽ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ തിരിച്ചെടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം നൽകിയ ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ പ്രോട്ടീൻ മാളിൽ പോലീസിന്റെയും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെയും സംയുക്ത റെയ്ഡ്. രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള മരുന്ന് ലൈസൻസ് ഇല്ലാതെ വിൽപ്പന നടത്തിയതായി കണ്ടെത്തി. മെഫെൻട്രാമിൻ സൾഫേറ്റ് ഇഞ്ചക്ഷനാണ് പിടികൂടിയത്. ഡോക്ടറുടെ കുറിപ്പോടെ മെഡിക്കൽ ഷോപ്പിൽ മാത്രം വിൽക്കേണ്ട മരുന്നാണിത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. ഇസ്ലാം മതത്തെ അപമാനിക്കുന്ന സന്ദേശം ഫേസ്ബുക്കിൽ പങ്കുവെച്ച് BJP നേതാവ് കുന്നംകുളത്ത് അറസ്റ്റിൽ. BJP കാട്ടക്കാമ്പൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബൈജുവിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ബൈജു വേലായുധൻ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് ഇസ്ലാം മതത്തെയും പ്രവാചകൻ മുഹമ്മദ് നബിയെയും ഉൾപ്പെടെ മറ്റ് മതപണ്ഡിതരെയും അപമാനിക്കുന്ന തരത്തിൽ പ്രചരണം നടത്തിയിരുന്നു. വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് മതസ്പർദ്ധയുണ്ടാക്കുന്ന പ്രവർത്തനം നടത്തിയതിനാണ് ബൈജുവിനെ കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കരിക്കാട് സ്വദേശി താഴത്തേതിൽ വീട്ടിൽ റാഫിയുടെ പരാതിയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നവർ വിദ്യാർത്ഥികളാണെന്ന് കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. AIYF AISF മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണ്ഡിറ്റ് നെഹ്റു ഉദ്ഘാടനം ചെയ്ത പ്രസ്ഥാനമാണ് AISF. വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ ഭാവി എങ്ങനെയായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നതാണ്. ഈ രാജ്യത്തെ ജനസംഖ്യയിൽ ഏതാണ്ട് 60-65% ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാരാണ് രാജ്യത്തിന്റെ ഭാവി പാതയെ നിർണ്ണയിക്കുന്നത്. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് എന്നിവർ ചേർന്ന് ഉപഹാരങ്ങൾ നൽകി. ചടങ്ങിൽ CPI മണ്ണൂർ ലോക്കൽ സെക്രട്ടറി തങ്കപ്പൻ അധ്യക്ഷനായി. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, AISF സംസ്ഥാന സെക്രട്ടറി P കബീർ, CPI മണ്ഡലം സെക്രട്ടറി മുരളി താരേക്കാട്, AISF ജില്ലാ സെക്രട്ടറി ഷിനാസ്, CPI ജില്ലാ കൗൺസിൽ അംഗം KV ബാബു, പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗം M ജയകൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീജിത്ത്, AISF മണ്ഡലം സെക്രട്ടറി അമീൻ ഷൗക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പൊതുവിദ്യാഭ്യാസ മേഖല രാഷ്ട്രീയവൽക്കരിക്കുന്ന സർക്കാർ നടപടി ദുരന്തമാകുമെന്ന് KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ.
PTA മുഖേനയുള്ള താൽക്കാലിക അധ്യാപക നിയമന അട്ടിമറിക്കെതിരെ പാലക്കാട് കലക്ട്രേറ്റിന് മുന്നിൽ ദളിത് കോൺഗ്രസ് നടത്തിയ ധർണയിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു പി ഹരിഗോവിന്ദൻ. പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണെന്ന് പി ഹരിഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. DPEP ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ മൂലം തകർന്ന വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുതുജീവൻ നൽകിയത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ്. വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കാനായി അധ്യാപക വിദ്യാർത്ഥി അനുപാതം 30:1 ആക്കിയതും പരീക്ഷകൾ തിരികെ കൊണ്ടുവന്നതും ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഇന്ന് അധ്യാപക നിയമനങ്ങൾ പാർട്ടിവൽക്കരിക്കുകയാണ്. സംവരണ തത്വം അട്ടിമറിച്ചാണ് നടപടികൾ. വിദ്യാഭ്യാസ മേഖലയും രാഷ്ട്രീയവൽക്കരിച്ച് കൊള്ള നടത്തുകയാണ് ഇടതു സർക്കാരെന്നും ഹരിഗോവിന്ദൻ ആരോപിച്ചു. അവിടെ ഒരു മാനദണ്ഡവുമില്ല. മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുക. എനിക്ക് തന്നെ പലപ്പോഴും അനുഭവമുണ്ട്. ഞാൻ തന്നെ പല കാര്യങ്ങളിൽ ഇടപെട്ടപ്പോൾ അതിനൊക്കെ മറികടന്നുകൊണ്ട് പാർട്ടി പറയുന്നവരെ വയ്ക്കുന്ന പിൻവാതിൽ നിയമനങ്ങൾ വളരെ സുഗമമായി ഈ വിദ്യാലയങ്ങളിൽ നടക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അർഹതപ്പെട്ട മുഴുവൻ പോസ്റ്റിലേക്കും ആളെ വയ്ക്കുന്നില്ല. കഴിഞ്ഞ ഒരു വർഷത്തെ സ്റ്റാറ്റിക് സെഷൻ അധ്യാപക തസ്തിക നിർണയം ഇനിയും നടന്നിട്ടില്ല. അപ്പൊ അധ്യാപക തസ്തിക നിർണയം നടന്നാൽ കൂടുതൽ തസ്തികകൾ ഉണ്ടാവും. ആ തസ്തികകൾ ഉണ്ടായാൽ ആ ഇവർ പറഞ്ഞ കുട്ടികൾ കൂടുതൽ വരുന്നു എന്നാണല്ലോ പറയുന്നത്. ഈ സർക്കാരിന്റെ ഭാഗമായി കുട്ടികൾ കൂടുതലായി സ്കൂളിലേക്ക് വരുന്നു. എപ്പോഴാണ് കുട്ടികൾ സ്കൂളിലേക്ക് കൂടുതൽ വരാൻ തുടങ്ങിയത്? നമുക്ക് ഓർമ്മയുണ്ടല്ലോ, DPEP കാലഘട്ടം മുതൽ ഈ പാഠ്യപദ്ധതിയും പാഠപുസ്തകവും പരിഷ്കരിച്ച് ഇത് ആർക്കും വേണ്ടാത്ത പാഠ്യപദ്ധതിയായി മാറി നമ്മുടെ കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ലക്ഷക്കണക്കിന് കുട്ടികളെ പോയി. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് M. നാരായണസ്വാമി അധ്യക്ഷത വഹിച്ചു. നേരത്തെ KPCC സെക്രട്ടറി C. ചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറി V. രാമചന്ദ്രൻ, P. ബാലഗോപാൽ, നീലടി സുധാകരൻ, K. ഉമാശങ്കർ, V. മാധവൻ, C. പ്രേംനവാസ്, M. സരോജിനി, S. കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആളൂർ പെരുമണ്ണിൽ പാതയോരത്ത് കഞ്ചാവ് ചെടികൾ. കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘമാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. ഇവയാരോ വളർത്തുന്നതാണെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പാതയോരത്ത് വളർത്തുന്ന നിലയിൽ കണ്ടെത്തിയ കഞ്ചാവ് ചെടികളാണ് കുന്നംകുളം എക്സൈസ് പിടികൂടിയത്. ആളൂർ പെരുമണ്ണിൽ പാതയോരത്താണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. 12 സെന്റിമീറ്റർ നീളമുള്ള ഒരു കഞ്ചാവ് ചെടിയും 6 സെന്റിമീറ്റർ വീതം നീളമുള്ള മറ്റ് 2 ചെടികളുമാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തിയത്. കണ്ടെത്തിയ കഞ്ചാവ് ചെടികൾ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ AC ജോസഫ്, മോഹൻദാസ്, പ്രിവന്റീവ് ഓഫീസർ CB സന്തോഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീരാഗ്, ഗണേശൻ പിള്ള, ലത്തീഫ് എന്നിവരടങ്ങുന്ന സംഘമാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. സംഭവത്തെ തുടർന്ന് മേഖലയിൽ പരിശോധന ശക്തമാക്കി. പിടികൂടിയ കഞ്ചാവ് ചെടികൾ വിത്തുമുളപ്പിച്ച് വളർത്തിയ നിലയിലായിരുന്നുവെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളപ്പുള്ളി യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. ഏകോപന സമിതി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കുളപ്പുള്ളി ഗസീബോ ഹെറിറ്റേജിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് CP ജയൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PP ഉമർ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മുസ്തഫ മുളയൻകാവ്, മുസ്തഫ വല്ലപ്പുഴ, മണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റ് സുലൈമാൻ അടയ്ക്കാപുത്തൂർ, ശശി ചളവറ, അബ്ദുറഹ്മാൻ, സുധേഷ്, വിനിൽ, രാജീവ് പിള്ളത്ത്, M. സതീഷ് എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി CP ജയൻ പ്രസിഡന്റ്, PP ഉമ്മർ ജനറൽ സെക്രട്ടറി, M. സതീഷ് ട്രഷറർ, മൊയ്തീൻകുട്ടി മജസ്റ്റിക്, അനിയൻ മേനോൻ വൈസ് പ്രസിഡന്റുമാർ, റഷീദ് അല്ലാമ, ബഷീർ സ്റ്റാർ, അബൂബക്കർ ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാഞ്ഞാൾ പൈങ്കുളം യൂണിറ്റിന്റെ ദ്വൈവാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹി തിരഞ്ഞെടുപ്പും കുടുംബ സംഗമവും നടന്നു. പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ മാഞ്ഞാണി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ വെച്ച് ധനസഹായ വിതരണവും SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും സംഘടനയിലെ മുതിർന്ന അംഗങ്ങളെയും ആദരിക്കുന്ന ചടങ്ങും നടന്നു. ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് TA നാരായണൻകുട്ടി അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി സുബൈർ വാഴാലിപ്പാടം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ KM മുസ്തഫ വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു. ചേലക്കര നിയോജകമണ്ഡലം കൺവീനർ KM മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ചേലക്കര നിയോജകമണ്ഡലം വനിതാ വിംഗ് ചെയർപേഴ്സൺ റോസ്മേരി മുഖ്യ അതിഥിയായി.
ചടങ്ങിൽ വെച്ച് അജിത് ചികിത്സാ ധനസഹായം വാർഡ് മെമ്പർ സന്ദീപ് കുന്നനാത്ത്, കൺവീനർ വേണുഗോപാലും ചേർന്ന് സ്വീകരിച്ചു. വ്യാപാരി നേതാക്കളായ PM ഹംസ, PM ഷംസുദ്ദീൻ, ഇന്ദിര ശിവദാസൻ, KK ഉണ്ണികൃഷ്ണൻ, TS സത്യൻ, UK നാസർ തുടങ്ങിയവർ സംസാരിച്ചു. വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇന്നൊരു ചെറിയ കച്ചവടക്കാരൻ മരിച്ചാൽ ഭദ്രത്തിൽ 10 ലക്ഷവും ഭദ്രം പ്ലസിന് 5 ലക്ഷവും അടക്കം 15 ലക്ഷം രൂപ. അങ്ങനെയും ബെനവലന്റ് സൊസൈറ്റിയിൽ മെമ്പർമാരായിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ അടക്കം 16 ലക്ഷം രൂപ ആ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സംഘടന മാറിയിരിക്കുക. യൂണിറ്റ് ജനറൽ സെക്രട്ടറി KP രാജഗോപാലൻ സ്വാഗതവും യൂത്ത് വിംഗ് പ്രസിഡന്റ് TC സുജിത് നന്ദിയും പറഞ്ഞു. യോഗത്തിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി KP രാജഗോപാലിനെയും സെക്രട്ടറിയായി സുബൈർ വാഴാലിപ്പാടത്തിനെയും ട്രഷററായി KM മുസ്തഫയെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം അരിയൂർ തെക്കുമുറി വായനശാലയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ നടന്ന വേനൽക്കാല സംഭാര വിതരണം സമാപിച്ചു. കൊടും വേനൽ ദിനങ്ങളിൽ ഉൾപ്പെടെ 50 ദിവസമാണ് വായനശാല പ്രവർത്തകർ ശീതളപാനീയ വിതരണം നടത്തിയത്. സംഭാരത്തിനു പുറമെ തണുപ്പിച്ച നാരങ്ങവെള്ളം, തണ്ണിമത്തൻ എന്നിവയും പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ വിതരണം ചെയ്തിരുന്നു. 50 ദിവസങ്ങളിൽ ശീതളപാനീയ വിതരണം നടന്നു. 44,500 പേർ ശീതളപാനീയം കുടിക്കാനെത്തി. ശീതളപാനീയ വിതരണത്തിനായി 1,30,000 രൂപയാണ് ചിലവഴിച്ചത്. 39 പേരാണ് ഇതിലേക്ക് സംഭാവന നൽകിയത്. കൊടും വേനലിൽ ആശുപത്രിയിലെത്തിയവർക്കും പൊതുജനങ്ങൾക്കും വലിയ ആശ്വാസമായിരുന്നു വായനശാലയുടെ തണ്ണീർ പന്തൽ. താലൂക്ക് ലൈബ്രറി സെക്രട്ടറി C വിജയൻ സമാപനം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ജീവൽ പ്രധാനമായ കാര്യങ്ങളിൽ കൊണ്ട് ഇടപെടുന്നു. തവണ ഏറ്റവും വരൾച്ചയുണ്ടായ വേനലുണ്ടായ ഈ കാലഘട്ടമാണ് ഈ വർഷം എന്ന് പറയുന്നത്. ഏറ്റവും രൂക്ഷമായ വരൾച്ച, ഏറ്റവും രൂക്ഷമായ വെയിൽ, ഇതിനെയൊക്കെ അതിജീവിച്ച അതിൻ്റെ എല്ലാം ചിത്രത്തിന് നേതൃത്വം കൊടുത്ത ഒരു വായനശാല കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് തീർച്ചയായും അഭിനന്ദനാർഹമായ. വായനശാല പ്രസിഡന്റ് K കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TP പ്രദീപ് കുമാർ, കൗൺസിലർ P കല്യാണി, ഭരണസമിതി അംഗങ്ങളായ MC രാമചന്ദ്രമേനോൻ, ഫ്രാൻസി പോൾ, S ശോഭന, P ലത, മുസ്തഫ ഹാജി, P അഭിനവ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കര കണ്ണമ്പരിയാരം ഞാറക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. ജൂൺ 1 ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത്. യജ്ഞാചാര്യൻ പുതിയിലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ, ആചാര്യവരണം, ഭാഗവത പ്രഭാഷണം എന്നിവയും നടന്നുവരുന്നു. ആ കൃഷ്ണന്റെ ചിന്തകൾ ഇതാ എപ്പോഴും കൃഷ്ണൻ ഇവിടെ ഉണ്ടാക്കി വെച്ചതായ ആ ഒരു സ്മരണകൾ കൊണ്ടാണ് യശോദ വർണ്യമാനാനി പുത്രസ്യ ചരിതാനി ച ശൃണ്വന്ത്യശ്രൂണ്യവാസ്രാക്ഷിയിൽ സ്മൃതവയോധര. ക്ഷേത്രം പ്രസിഡന്റ് P രാജൻ, മാനേജർ CK കൃഷ്ണദാസ്, K രാധാകൃഷ്ണൻ, M ചന്ദ്രൻ, K കണ്ണമണി, PN വത്സകുമാർ, VK മുകുന്ദൻ തുടങ്ങിയവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകി വരുന്നത്. യജ്ഞനാളുകളിൽ വൈകിട്ട് വിവിധ കലാപരിപാടികളും നടന്നുവരുന്നു. ബുധനാഴ്ച വൈകുന്നേരം നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി ഭക്തരാണ് പങ്കാളികളായത്. വ്യാഴാഴ്ച വൈകിട്ട് സർവൈശ്വര്യ പൂജയും രാത്രി വിദ്യാഗോപാലർച്ചനയും നടക്കും. ജൂൺ 1 നടക്കുന്ന പ്രതിഷ്ഠാദിനാഘോഷത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകൾ, അന്നദാനം എന്നിവയും നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ബാർക്കോഡ് വിവാദത്തിൽ ആരോപണ വിധേയരായ മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് കലക്ട്രേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സമരത്തിനിടെ വനിതാ പ്രവർത്തകയെ പുരുഷ പോലീസ് അസഭ്യം പറഞ്ഞതായി പരാതി. പോലീസ് സേനയ്ക്ക് അപമാനമായവർക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ.
തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ പ്രോട്ടീൻ മാളിൽ പോലീസിന്റെയും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെയും സംയുക്ത റെയ്ഡ്. രക്തസമ്മർദ്ദം വർദ്ധിക്കാനുള്ള മരുന്ന് ലൈസൻസ് ഇല്ലാതെ വിൽപ്പന നടത്തിയതായി കണ്ടെത്തി. പിടികൂടിയത് മെഫെൻഡ്രാമിൻ സൾഫേറ്റ് ഇഞ്ചക്ഷൻ. പരിശോധന സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം. രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വിദ്യാർത്ഥികൾക്ക് വലിയ പങ്കുവഹിക്കാനുണ്ടെന്ന് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകേണ്ടത് സമൂഹത്തിന്റെ കടമ. മണ്ണൂരിൽ AIYF AISF പഞ്ചായത്ത് കമ്മിറ്റികളുടെ അനുമോദന സദസ്സ്. പൊതുവിദ്യാഭ്യാസ മേഖല രാഷ്ട്രീയവൽക്കരിക്കുന്ന സർക്കാർ നടപടി ദുരന്തമാകുമെന്ന് KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ. പൊതുവിദ്യാഭ്യാസ മേഖല കരുത്താർജിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. DPP ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളിലൂടെ ഇടതുപക്ഷം തകർത്ത പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് അന്ന് പുതുജീവൻ നൽകിയെന്നും P ഹരിഗോവിന്ദൻ. താൽക്കാലിക അധ്യാപക നിയമന അട്ടിമറി ആരോപിച്ച് പാലക്കാട് ദളിത് കോൺഗ്രസ് ധർണ. മതസ്പർദ്ധ സൃഷ്ടിക്കുന്ന സന്ദേശം സമൂഹമാധ്യമത്തിൽ പങ്കുവെച്ച BJP നേതാവ് കുന്നംകുളത്ത് അറസ്റ്റിലായത് BJP കാട്ടക്കമ്പൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബൈജു. ആളൂർ പെരുമണ്ണിൽ പാതയോരത്ത് കണ്ടെത്തിയ കഞ്ചാവ് ചെടികൾ എക്സൈസ് അധികൃതർ കസ്റ്റഡിയിലെടുത്തു. ചെടികൾ വിത്തുമുളപ്പിച്ച് വളർത്തിയതാണെന്ന് സംശയിക്കുന്നതായി എക്സൈസ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.